ഞാനൊരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ പാട്ട് ഞങ്ങളുടെ ജീവിതമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പാട്ട് പാടി തുടങ്ങാം. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ടേ, അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണുപോലിരുന്നാലും അറിയണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണുപോലിരുന്നാലും അറിയണുണ്ടേ, മിണ്ടാമൺ തരി വാരിയെടുത്തു ഞാൻ കണ്ടില്ല കണ്ടില്ല ഇന്നലവ്, കണ്ടില്ല കണ്ടില്ല ഇന്നലവ്, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. ഞാൻ എന്തുകൊണ്ടാണ് ഈ പാട്ട് പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവിതമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. കാരണം 5 വർഷക്കാലം ഒരാൾ മരുഭൂമിയിൽ കിടന്ന് അനുഭവിച്ചതിനേക്കാളും യാതനകളും വേദനകളും ഞങ്ങൾ ഈ 5 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കഴിഞ്ഞ 61 ദിവസമായിട്ട് ഞങ്ങളിവിടെ നടത്തുന്ന സമര പരിപാടികളല്ല, മുട്ടിലണിഞ്ഞും മുടിവെട്ടിയും മണ്ണ് വാരിത്തിന്നും ശയന പ്രദർശനം ചെയ്തും ഒട്ടനവധി സമര പരിപാടികൾ ഞങ്ങൾ നടത്തി. പക്ഷേ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഇതുവരെ അനുകൂലമായിട്ടുള്ള നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ലിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലിസ്റ്റിനകത്തുള്ള ഒരു 80% ആൾക്കാർക്കും ഇനി ഒരു യൂണിഫോം തസ്തിക പോലുള്ള ടെസ്റ്റുകൾ എഴുതാൻ സാധിക്കത്തില്ല. PSCയുടെ ചരിത്രത്തിൽ തന്നെയാണ് ആദ്യമായിട്ട് 2 ഘട്ട പരീക്ഷ നടത്തിയത്. 2019 വന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ 5 വർഷമാണ് ഞങ്ങൾ ഈ ഒരു നിയമനത്തിന് വേണ്ടി കാത്തിരുന്നത്. അപ്പം 2017 DGP നമ്മുടെ മുഖ്യമന്ത്രിക്കൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2017 കേരളത്തിലെ പോലീസിൽ 18,000 വരുന്ന ആൾക്കാരുടെ ഒഴിവുകൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഫയല് പാസ്സാക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ജോലി നമുക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും ഇതുവരെ പാസ്സായിട്ടില്ല. വന്ദനാദാസിന്റെ മരണത്തിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി നമുക്കൊരു വാഗ്ദാനം നൽകിയതാണ്, കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും സുരക്ഷ ശക്തമാക്കും. ഈ കഴിഞ്ഞിടെ നമ്മുടെ തൃശ്ശൂർ ഒരു TTRനെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി തള്ളിയിട്ട് കൊല്ലുകയുണ്ടായി. അപ്പോൾ ആ ഹോസ്പിറ്റലുകളിലും ഈ റെയിൽവേയിലടക്കം സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ക്രമസമാധാന പാലനത്തിൽ നമുക്ക് ശക്തിയാകാൻ പറ്റും. പക്ഷേ ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ സേനയിൽ വേണ്ടത്ര ആൾക്കാരെ എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അത് സാധിക്കത്തുള്ളൂ. അത് ഇതുവരെ നടക്കുന്നില്ല. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്കൊരു അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടാകുമെന്നാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്.